നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ്. നമ്മൾ മത്തി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വാഴയിൽ പൊള്ളിച്ചെടുക്കാനുള്ള നമ്മുടെ മത്തി ഒന്ന് മസാല ഇട്ട് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അതിനുള്ള മസാല നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചതച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 100 ഗ്രാം ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി മസാലയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 2 നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാല നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ മസാലയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മത്തിയിലോട്ട് നമ്മുടെ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മത്തിയിലോട്ട് നമ്മുടെ മസാല എല്ലാം നന്നായി മിക്സാക്കി കൊടുക്കാം. മത്തിയുടെ എല്ലായിടത്തും മസാല നന്നായി പിടിക്കണം. നമ്മുടെ മസാല നന്നായി മത്തിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം നമ്മുടെ മസാലയായി നമ്മുടെ മത്തി റെസ്റ്റിന് വെക്കാം. ഏകദേശം 10-15 മിനിറ്റോളം നമ്മുടെ മത്തി നന്നായി റെസ്റ്റിന് ഇരുന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലോട്ട് നമ്മുടെ മത്തി വെച്ച് കൊടുക്കാം. നമ്മൾ വാഴയില വാട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ മത്തിയും വാഴയിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ ബാക്കി മസാല നമ്മുടെ മത്തിയുടെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് മത്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 തണ്ട് നാടൻ കറിവേപ്പില നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മത്തിയിൽ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ വാഴയില നമുക്ക് നന്നായി പൊതിഞ്ഞെടുക്കാം. നമ്മുടെ മത്തി വാഴയിൽ പൊള്ളിച്ചെടുക്കാനുള്ള നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി പൊള്ളി കിട്ടാനായിട്ടാണ് നമ്മുടെ വെളിച്ചെണ്ണയിലിരുന്ന്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇലയിൽ പൊതിഞ്ഞ മത്തി നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ഇലയിലെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം 8 മിനിറ്റോളം നമ്മുടെ ഇലയിലിരുന്ന് നമ്മുടെ മത്തി നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിടാം. ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് നമ്മുടെ മത്തി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയിൽ പൊള്ളിക്കാൻ വെച്ച നമ്മുടെ മത്തി ഏകദേശം 10-12 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ
തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് വരുന്നത്. നമുക്കിനി നമ്മുടെ വാഴയിൽ പൊള്ളിച്ച മത്തി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നല്ല മത്തി വെന്ത നല്ല മണമാണ് മസാലയായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ വാഴയിൽ പൊള്ളിച്ചെടുത്ത നമ്മുടെ മത്തി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇതേ രീതിയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പൊള്ളിച്ച മത്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.